ഹലോ മക്കളെ, എന്തെല്ലാണോ നിങ്ങളുടെ വിശേഷം? സുഖമാണെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ വന്നിട്ടുള്ളത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നത് 2026 മെയ് ഫസ്റ്റ് വീക്കിൽ വരുന്ന അഥവാ മെയ് 3 വരാനിരിക്കുന്ന നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. എന്തായി നിങ്ങളെ എക്സാം പ്രിപ്പറേഷനൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയോ? ഇനി ആകെ എക്സാമിനുള്ളത് 7 മാസം. ഈ 7 മാസം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? നിങ്ങൾ ഇതുവരെ എന്തെല്ലാം ചെയ്ത് ഓൾമോസ്റ്റ് പഠിച്ചു, അതല്ല ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്നത് 180 ക്വസ്റ്റ്യൻസ് ആണ്. 180 മിനിറ്റ്, 180 ക്വസ്റ്റ്യൻസ്. അതിൽ ഫിസിക്സ് 45, കെമിസ്ട്രി 45, സുവോളജി 45, ബോട്ടണി 45. ഈ ബയോളജി നമുക്ക് തരുന്ന ഒരു അഡ്വാൻസ് ഉണ്ട്. അതിൽ ബയോളജി നമുക്ക് തരുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 90 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1.5 മണിക്കൂർ. ഞാൻ എന്നെ അറിയുന്ന എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്നത് 60 മിനിറ്റ് കൊണ്ട് 90 ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാം. അഥവാ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 90 ബയോളജി ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രാക്ക് ചെയ്യണം. അങ്ങനെ ക്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നത് 30 മിനിറ്റ്. 30 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫിസിക്സിലെ ഏറ്റവും ബുദ്ധിമുട്ടായ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രാക്ക് ചെയ്ത്, കെമിസ്ട്രിയിൽ നമുക്ക് നേരിടാൻ വേണ്ടി ഏറ്റവും ബുദ്ധിമുട്ട് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? അടുത്ത നീറ്റ് നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. 720 ഏറ്റവും നല്ല മാർക്കോട് കൂടി നമ്മൾ കാലിക്കറ്റ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം സീറ്റ് വാങ്ങി. അതിന് വേണ്ടത് ബയോളജി നമ്മൾ എന്ത് ചെയ്യണം? 90 മിനിറ്റ് അല്ല, 60 മിനിറ്റ് കൊണ്ട് 90 ക്വസ്റ്റ്യൻസ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ട ബയോളജിയിലെ ഫുൾ കണ്ടന്റ്, അത് ഏത് കണ്ടന്റ്? ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് മാത്രമല്ല, NCERT എങ്ങനെ മലയാളത്തിൽ വായിക്കാം, വിത്ത് ലൈൻ ആയിട്ടുള്ള NCERT മലയാളം റീഡിങ് മാത്രമല്ല, ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള NCERT ഫിംഗർടിപ്സ്, NCERT പഞ്ച്, മാസ്റ്റർ NCERT പോലെയുള്ള മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ചാപ്റ്ററിൽ നിന്നും 500 ക്വസ്റ്റ്യൻസ് ചെയ്ത് ഈ വരുന്ന 7 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പൊളിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ? നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക. See you again.